രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവമുണ്ടോ ഇല്ലയോ, കൃത്യമായ ഉത്തരവുമായിട്ട് വരികയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും. സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ കൊല്ലത്താണ്, ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. ദൂരെയുള്ളവർക്ക് ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, നിങ്ങളുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത ഓരോരുത്തരും നിശ്ചയമായും കണ്ടിരിക്കണം. അഷ്ടാവക്ര ഗീത, അതേ കണക്ക് പിന്നെ മീരയുടെ മീരയുടെ പ്രണയം എന്നതുകൊണ്ട് കണ്ടിരിക്കണം. പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, സകലരും അത് കാണണേ. അതേ കണക്ക് ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഇത് പെൺമക്കളെ സ്നേഹിക്കുന്ന അച്ഛനും ആൺമക്കളെ സ്നേഹിക്കുന്ന അമ്മമാരും നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ഈ വീഡിയോ ഒക്കെ അവതരിപ്പിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണേ. നിങ്ങളത് പ്ലേലിസ്റ്റ് എടുക്കുക. നിങ്ങൾക്കത് കാണുന്നില്ല എങ്കിൽ എന്നോട് വിളിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതേ കണക്ക് രാധാമാധവൻ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവരൊക്കെ വാട്സപ്പിൽ, എൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ദൈവമുണ്ടോ ഇല്ലയോ? അതൊരു വലിയ ചോദ്യമാണ്. കൃത്യമായ ഒരു ഉത്തരം ആരും പറയാതെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഒരു പറ്റം ആളുകൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ഒരു പറ്റം ആളുകൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇവർ രണ്ടുപേരും അന്ധവിശ്വാസികളാണ്. കാരണം ഒരു കൂട്ടർ ദൈവമുണ്ടെന്ന് അന്ധമായി വിശ്വസിക്കുന്നു, ഒരു കൂട്ടരാകട്ടെ ദൈവമില്ല എന്നെന്ത് ചെയ്യുന്നു, അന്ധമായിട്ട് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ സത്യം എന്താണ്? നമുക്ക് ആകെ ആശയക്കുഴപ്പമാണ്. കാരണം സത്യം ഒന്നല്ലേ ഉള്ളൂ, കള്ളമല്ലേ പലതുള്ളത്. സത്യം എപ്പോഴും ഒന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവം ഒന്നല്ലേ വരേണ്ടത്? ഇവിടെ അങ്ങനല്ലല്ലോ. ഹിന്ദുക്കൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, പിന്നെ ക്രിസ്ത്യൻസിനുണ്ടല്ലോ, മുസ്ലിംസിനുണ്ടല്ലോ, പിന്നെ ജൈനന്മാർ, പാഴ്സികൾ, ഇവർ ഓരോരുത്തരും പറയും അവരവരുടെ ദൈവമാണ് വലുതെന്ന്. അതേ സമയത്ത് അവർ പറയും സത്യം ഒന്നേ ഉള്ളൂ, കള്ളമാണ് പലതും. അപ്പോൾ ഇതിൽ എന്താണ് സത്യം? ഇവിടെ അതിൻ്റെ പൊരുൾ നമ്മൾ തേടുകയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ? കൃത്യമായ ഉത്തരം. ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്രീബുദ്ധൻ്റെ അടുക്കലേക്ക് വന്ന് അദ്ദേഹം ശ്രീബുദ്ധൻ്റെ അടുക്കൽ വന്നിട്ട് ആദ്യം തന്നെ അങ്ങ് ചോദ്യം ചോദിക്കുകയാണ്. ശ്രീബുദ്ധനോട് ചോദിക്കുകയാണ്, ദൈവമുണ്ടോ? ബുദ്ധൻ ഒരു നിമിഷം ആ മനുഷ്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം ബുദ്ധൻ പറഞ്ഞു, ദൈവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഞെട്ടിപ്പോയി. കാരണം ബുദ്ധൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇയാൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഈ മനുഷ്യൻ വന്നപ്പോൾ ബുദ്ധൻ പറയുന്നു ദൈവമുണ്ട് എന്ന് പറയുന്നു. അയാൾ ഒന്നും മിണ്ടാതെ പോയി. അപ്പോൾ ബുദ്ധന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ആനന്ദൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആനന്ദൻ സ്തംഭിച്ചുപോയി. കാരണം ബുദ്ധൻ ഒരിക്കലും ഈ ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അത് അങ്ങനെയാണെങ്കിൽ കുറെ പക്ഷേകളും എങ്കിലും പറഞ്ഞാണ് ഉത്തരം പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നു, കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അത്ര ഉറപ്പോടുകൂടി പറഞ്ഞിരിക്കുന്നു, എന്താണ്? ദൈവമുണ്ട്. ഇതുവരെ ബുദ്ധൻ ഇങ്ങനെ ഉറപ്പോടുകൂടി എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടേ ഇല്ല. എന്ന് മാത്രവുമല്ല, അവരിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതും ബുദ്ധൻ അങ്ങനെ ദൈവമില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണെന്നാണ്. ഇവിടെ ആനന്ദൻ ഇതിനെക്കുറിച്ച് ചോദിച്ചോളാൻ വയ്യ. കണ്ടോ? ഇത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പൊ ദൈവം ഉണ്ട് എന്ന് കേട്ടിട്ട് ഇതിനി അങ്ങോട്ട് നിർത്തിയിട്ട് പൊക്കളയരുത്. കാരണം സംഭവങ്ങൾ നിങ്ങളുടെ ബോധം തകിടം പറയുന്ന ആ ഉജ്ജ്വലമായ കാര്യങ്ങളിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. അപ്പോ ബുദ്ധന് നമ്മൾ വിചാരിക്കും ദൈവം ഉണ്ടോ, ഉണ്ടെന്നൊരു ഉത്തരം കിട്ടി. അല്ല, ഇനി വരാൻ പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ബുദ്ധനും ആനന്ദനും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. ആനന്ദൻ ശരിക്കും ബുദ്ധന്റെ ഒരു മുതിർന്ന സഹോദരനായിരുന്നു. മനസ്സിലായില്ലേ? സ്വന്തം സഹോദരനല്ല, നമ്മൾ മുറയ്ക്കെന്ന് പറയത്തില്ലേ. ആനന്ദൻ ബുദ്ധന്റെ ഒരു മുതിർന്ന സഹോദരനായിരുന്നു. അപ്പൊ ആനന്ദൻ ബുദ്ധന്റെ ശിഷ്യനാകാൻ തയ്യാറായപ്പോൾ അദ്ദേഹം മുൻകൂട്ടി ബുദ്ധനോട് ചോദിച്ചു, അങ്ങെനിക്ക് ചില കാര്യങ്ങളിൽ വാക്ക് തരണം. കാരണം ഈ സമയത്ത് ഞാൻ അങ്ങയുടെ മൂത്ത സഹോദരനാണ്, എനിക്ക് എന്തും ചോദിക്കാൻ പറ്റും. പക്ഷേ അങ്ങയുടെ ശിഷ്യനായി കഴിയുന്നതോടുകൂടി പിന്നെ എനിക്ക് അങ്ങയെ എന്ത് ചെയ്യണം? പരിപൂർണമായും എനിക്ക് അനുസരിക്കണം.
അപ്പൊ അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കണം. പക്ഷെ ഇപ്പം ഞാൻ ശിഷ്യനായിട്ടില്ല, ആകാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് 3 കാര്യങ്ങൾ എനിക്ക് അങ്ങ് വാക്ക് തരണം. അപ്പോൾ ബുദ്ധൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദര, ഈ അനുജനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും നീ ചെയ്യില്ല എന്നറിയാം, നീ ചോദിച്ചുകൊള്ളൂ. അപ്പോൾ പറഞ്ഞു, ബുദ്ധനോട് പറഞ്ഞു, എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ചോദിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് അതിന് ഉത്തരം പറയണം. അല്ലാതെ എനിക്ക് കാലത്തെ യാത്രാക്ഷീണമുണ്ട്, ഒരുപാട് ആളുകൾ വന്നു, അവരുമായിട്ടൊക്കെ ഇടപഴകിയ ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇന്ന് പറ്റത്തില്ല ആനന്ദ, പിന്നൊരിക്കലാകട്ടെ എന്നൊരു കാരണവശാലും പറയരുത്. എന്നിട്ട് പറഞ്ഞു, പകല് ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല, ഒരു പകല് മുഴുവനും ഞാൻ അങ്ങയെ ശല്യപ്പെടുത്തില്ല. അങ്ങ് അപ്പോൾ ബുദ്ധൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ വാക്ക് തരുന്നു. ഇനി രണ്ടാമത്തത് എന്താണ് ആനന്ദ? അപ്പോൾ ആനന്ദം പറഞ്ഞു, അങ്ങ് ഒരിക്കലും എന്നോട് മറ്റെവിടെയും പോകാൻ പറയരുത്. ഞാൻ എല്ലായ്പ്പോഴും അങ്ങയോടൊത്തു തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ അവസാന ശ്വാസം വരെയും എനിക്ക് അങ്ങയെ ശുശ്രൂഷിക്കണം. അങ്ങേക്കൊരു കാര്യമുണ്ട്, ശിഷ്യനായി ഒരു ജ്ഞാനപ്രാപ്തി വന്നാൽ അങ്ങ് അവരോട് പറയും, നീ എൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഇന്ന ദിക്കിലേക്ക് പോവുക. അങ്ങനെ എന്നോട് പറയരുത്. അങ്ങനെ മറ്റുള്ളവരെ അയക്കുന്നത് പോലെ എന്നെ അയക്കരുത്. എനിക്ക് അങ്ങയെ ശുശ്രൂഷിച്ച് കഴിയണം. അപ്പോൾ പറഞ്ഞു, ആനന്ദ, നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇനി മൂന്നാമത്തത് പറയൂ. അപ്പോൾ ആനന്ദൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് ആർക്കെങ്കിലും അല്പസമയം നൽകണം, അല്പസമയം അവരുമായി അങ്ങ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അർദ്ധരാത്രിയായിരിക്കാം, ചിലപ്പോൾ അസമയത്തായിരിക്കാം, പക്ഷേ അങ്ങ് ആ മനുഷ്യനുമായി സംസാരിക്കണം. അപ്പോൾ ആ മനുഷ്യനുമായി കൂടിക്കാഴ്ച നടത്തണം, അതിനുള്ള അവകാശം എനിക്ക് തരണം. അപ്പോൾ പറഞ്ഞു, ആനന്ദ, നീ അനാവശ്യമായി ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നെനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അങ്ങനെ 3 വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇവിടെ ദൈവമുണ്ട് എന്ന് ബുദ്ധൻ പറഞ്ഞത് കേട്ടിട്ട് ആനന്ദനങ്ങ് സഹിക്കുന്നില്ല, ചോദിച്ചോളാം വയ്യ. പക്ഷേ ആനന്ദൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, പകലൊന്നും ചോദിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നേരം സന്ധ്യ ആകാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ കാണാം അടുത്ത സംഭവം. നേരം ഉച്ചയായപ്പോൾ മറ്റൊരു മനുഷ്യൻ വന്നു. മറ്റൊരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം ബുദ്ധനോട് ചോദിച്ചു, ദൈവമുണ്ടോ? അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഇല്ല. ആ മനുഷ്യനും ഞെട്ടി. അതിനേക്കാൾ ഉപരിയായിട്ട് ആരാണ്? ആനന്ദനും ഞെട്ടിപ്പോയി. ആനന്ദം പറഞ്ഞു, എന്താ? രാവിലെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു ദൈവം ഉണ്ടെന്ന്, ഇപ്പൊ ഉച്ചയ്ക്ക് ഒരാൾ വന്നപ്പോൾ പറയുന്നു ദൈവം ഇല്ലെന്ന്. ആനന്ദനങ്ങ് ചോദിച്ചോളാൻ വയ്യ. ആനന്ദന് സ്വയം പിളർന്നു പോകുന്നത് പോലെയുള്ളൊരവസ്ഥയായി. എന്തു ചെയ്യും? ആനന്ദം വിചാരിക്കുകയാണ്, ഇതെന്താ കാര്യം? ആനന്ദന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. തൻ്റെ ഗുരു രാവിലെ പറയുന്നു ദൈവമുണ്ട്, ഉച്ചയ്ക്ക് പറയുന്നു ദൈവമില്ല. വൈകുന്നേരം 3ാമത്തെ മനുഷ്യൻ വന്നു. അയാള് ബുദ്ധനെ നമസ്കരിച്ച് ബുദ്ധന്റെ മുന്നിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം ബുദ്ധനോട് ചോദിച്ചു, അങ്ങ് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ അയാളെ ഒന്ന് നോക്കിയതിന് ശേഷം ബുദ്ധൻ തൻ്റെ കണ്ണുകൾ അടച്ചു. അപ്പോൾ ആ മനുഷ്യനും കണ്ണുകൾ അടച്ചു. അങ്ങനെ അരമണിക്കൂർ നേരം ഇരു കൂട്ടരും കണ്ണടച്ച് നിശബ്ദമായിട്ടിരുന്നു. ഒടുവിൽ ആ മനുഷ്യൻ എഴുന്നേറ്റു, ബുദ്ധന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ഉത്തരം കിട്ടി, അങ്ങത് തന്നതിന് നന്ദിയുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആനന്ദൻ വല്ലാത്തൊരവസ്ഥയിലായി. ആനന്ദൻ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിയാൻ കാത്തു നിൽക്കുകയാണ്. നേരം സന്ധ്യയാകാൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആനന്ദൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് കുറെ കടന്ന കൈയായിപ്പോയി, ഞങ്ങൾക്ക് ഭ്രാന്ത് വരുന്നു. ഞങ്ങൾ കുറച്ചു പേര് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നവരാണ്. ഇതായത് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചവൻ്റെ അടുത്ത് ഒരിക്കലില്ല എന്ന് പറഞ്ഞു. അവൻ ആ ഒരു ഉത്തരമേ കേട്ടുള്ളൂ, അതുകൊണ്ട് അവന് കുഴപ്പമില്ല. രണ്ടാമത്തവൻ്റെ അടുത്ത് ദൈവം ഇല്ല എന്ന് പറഞ്ഞു.
അവനും ഒരുത്തരമേ കേട്ടോളൂ, കുഴപ്പമില്ല. ഞങ്ങളാകട്ടെ ഒരുത്തനോട് പറയുന്നു ദൈവമുണ്ട്, ഒരുത്തനോട് പറയുന്നു ദൈവമില്ല. ഇത് വേറൊരാൾ വന്നിട്ട് ഒന്നും മിണ്ടാതെ കണ്ണടച്ചിട്ട് പറയുന്നു എനിക്ക് ഉത്തരം കിട്ടി എന്ന് പറയുന്നു. ഇത് കടന്ന കൈയായിപ്പോയി. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഒന്നോർക്കുക, ആദ്യമായി ആ ചോദ്യം എന്നോട് ചോദിച്ചത് വേറെ ആൾക്കാരാണ്. ഞാൻ നിങ്ങൾക്കല്ല ഉത്തരം നൽകിയത്. നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കാര്യവുമല്ല. അപ്പൊ ആനന്ദം പറഞ്ഞു, അതെനിക്കറിയാം. എന്നാലും അങ്ങനെ അദ്ദേഹം ആദ്യം വന്ന മനുഷ്യനോട് ഉണ്ടെന്നും പിന്നെ വന്ന മനുഷ്യനോട് ഇല്ലെന്നും പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം കണ്ട മനുഷ്യൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. അയാൾ ഈശ്വരൻ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അയാളോട് ദൈവം ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാരണം അയാളുടെ വിഡ്ഢിത്തം നിറഞ്ഞ നിരീശ്വരവാദത്തെ പിന്തുണയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ ആനന്ദ, ദൈവമുണ്ടെന്നോ ദൈവമില്ല എന്നോ പറയണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ അരിച്ചു നമ്മൾ പെറുക്കണം. ഈ ലോകം മുഴുവൻ അരിച്ചു പെറുക്കണം. ഒരു ചെറിയ ഇടം മാത്രമേ തിരയാൻ ബാക്കിയുള്ളൂ എങ്കിൽ അവിടെയും കൂടെ തിരയണം. കാരണം ചിലപ്പോൾ ഒരു ചെറിയ ഇടം മാത്രമേ തിരയാൻ ബാക്കി കാണൂ. ഒരുപക്ഷെ അവിടെയാണ് ദൈവം ഇരിക്കുന്നതെങ്കിലോ? അങ്ങനെ ഈ ലോകം മുഴുവനും ദൈവത്തെ തെരഞ്ഞ് ഉറപ്പുവരുത്തുന്ന ഒരുവനും മാത്രമേ ദൈവമുണ്ടെന്നോ ദൈവമില്ല എന്നോ ഉറപ്പോടെ പറയാൻ കഴിയൂ. ഈ വന്ന മനുഷ്യനാകട്ടെ, അയാൾ യാതൊരു അന്വേഷണവും നടത്താതെ വെറുതെ ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദിയാണെന്ന് കരുതുകയും അതിന് അവൻ എൻ്റെ പിന്തുണ വേണം, അതിനു വേണ്ടിയാണ് വന്നത്, അതുകൊണ്ട് ഞാൻ അവനോട് ഇല്ല എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് വന്ന മനുഷ്യനാകട്ടെ, അവനൊരു ദൈവവിശ്വാസിയാണ്. നേരത്തെ വന്നവനും ഇവനും ഒന്ന് തന്നെ. അവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവൻ എൻ്റെ പിന്തുണ വേണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും അരിച്ചു പെറുക്കണം, എന്നാലേ പറ്റൂ. അവൻ ഒന്നും ചെയ്യാതെ ദൈവമുണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ധാരണകൾ തെറ്റാണെന്നും അവർ ദൈവത്തെ ഇനി മുതൽ അന്വേഷിച്ചു തുടങ്ങണം എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുത്തൻ വന്നു നിരീശ്വരവാദി, അവനോട് ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ അന്വേഷണം അവസാനിച്ചു. ഉണ്ട് എന്ന് പറയുന്നതോടുകൂടി അവൻ അന്വേഷണം തുടങ്ങണം. അടുത്തവൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അവനോട് ഇല്ല, ഉണ്ടെന്ന് ഞാനും പറഞ്ഞാൽ അവനെ അന്വേഷിക്കില്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്വേഷണം തുടങ്ങി. ഇനി മൂന്നാമത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ യാതൊരു വിശ്വാസങ്ങളും ഇല്ലാതെയാണ് എൻ്റെ അടുക്കൽ വന്നത്. അയാൾ എന്നോട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദിച്ചത്, ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ വളരെ നിഷ്കളങ്കനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പതുക്കെ കണ്ണുകളടച്ചു. ഞാൻ കണ്ണുകളടച്ചപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അയാളും കണ്ണുകളടച്ചു. ഞങ്ങൾ അരമണിക്കൂർ നേരം നിശബ്ദനായിരുന്നു. ആ നിശബ്ദതയിലൂടെ അയാൾക്ക് ഉത്തരം കിട്ടി. അയാൾക്ക് കിട്ടിയ ഉത്തരം അയാൾ എന്നോട് പറഞ്ഞു, നിശബ്ദത ദൈവീകമാകുന്നു, നിശബ്ദതയല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ അയാൾക്കൊന്നും പറഞ്ഞു കൊടുത്തില്ല. എൻ്റെ സാന്നിധ്യത്തിൻ്റെ രുചി അയാളെ അനുഭവിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾ എൻ്റെ പാദം തൊട്ട് വണങ്ങിയിട്ട് പോയത്. ഇനി യഥാർത്ഥത്തിൽ ബുദ്ധൻ ഇതെല്ലാം കഴിഞ്ഞ് കണ്ടെത്തിയതെന്താണ്? ബുദ്ധൻ സർവജ്ഞാനോദയവും കിട്ടി, ഈ ലോകം മുഴുവനും അരിച്ചു പറക്കി. എന്നിട്ട് ബുദ്ധൻ കണ്ടതെന്താണ്? ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഈ ഭൂമിയിൽ വരുന്ന മനുഷ്യരിൽ 1 കോടി പേര് വന്നാൽ ഒരാളോ രണ്ടാളോ മറ്റോ ആയിരിക്കും ജ്ഞാനോദയം കിട്ടുന്നത്. ആ ജ്ഞാനോദയം കിട്ടുന്ന ആൾ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ചു പേർക്ക് ആ സമയത്ത് കിട്ടിയെന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യന് ജ്ഞാനോദയം കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരാൾക്ക് ഇത് കിട്ടുന്നത്. ആരാണോ ഭൂമിയിൽ വന്ന്
പരമമായ സത്യം കണ്ടെത്തുന്നത് ആ നിമിഷം അവൻ ദേവനായി മാറുന്നു. അങ്ങനെയാണ് ബുദ്ധനും ഒരു ദേവനായത്. പക്ഷേ നമ്മൾ ബുദ്ധനെയും ദൈവമെന്നും പറഞ്ഞ് മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ബുദ്ധൻ പറയുന്നത് ദേവന്മാർ ഉണ്ട്. ബുദ്ധൻ പറയുന്നതാണ് ദേവന്മാർ ഉണ്ട്. നിങ്ങൾ പറയുന്ന കണക്ക് സർവവും നിയന്ത്രിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു രൂപം ഇല്ല. ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. ബുദ്ധൻ പറയുന്നത് ദേവന്മാരുണ്ട്. ഈ ഭൂമിയിൽ വന്ന് ജ്ഞാനോദയം കിട്ടിയവരാണ് ദേവന്മാരെന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയി പൂജിക്കണവരൊക്കെ ദേവന്മാരാണ്. ആ ദേവന്മാർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള കഴിവുണ്ട്. ആ ദേവന്മാർക്ക് മനുഷ്യനെ സഹായിക്കാനും അതല്ല അല്പസ്വല്പം ഇല്ലാതാക്കാനും എന്തിനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോവുകയും അവിടെ ഇരിക്കുന്ന ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ദേവൻ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരുന്നു. പക്ഷേ ഈ ദേവനും ഒരു പരിമിതി ഉണ്ട്. ഇതിനും മേളിൽ ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. മനസ്സിലായില്ലേ? ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിക്ക് രൂപമില്ല. അതിനെയാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് വിളിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു രൂപമുള്ള ഒരു വലിയ ഒരു വ്യക്തി ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ തെറ്റി. മനുഷ്യനാകട്ടെ അവൻ്റെ ആകൃതിയിൽ ദൈവത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി. അവൻ്റെ ആകൃതിയിൽ അവൻ സത്യത്തിൽ ഈ ദൈവസങ്കല്പം ഇല്ലെങ്കിൽ തന്നെ നമ്മളങ്ങ് പറഞ്ഞു പോയതായിരുന്നു. ഈ പ്രപഞ്ചത്തിൽ വന്നു ഇത് എന്താ ഏതാ ഒന്നും അറിയാൻ വയ്യ. അപ്പം ബുദ്ധൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് പരമമായ ജ്ഞാനോദയം കിട്ടിയവരെല്ലാം, ആ ജ്ഞാനോദയം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് 1 കോടി സൂര്യന്മാർ ഒന്നിച്ചുരിച്ചേരുന്ന ഒരു പ്രകാശമാണ്. അത് കണ്ടവരൊക്കെ ദേവന്മാരായി മാറി. നമ്മുടെ പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട്, പ്രളയത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ ദേവന്മാരും മരിച്ചു പോകും. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം മരിക്കുമെന്നും ഒടുവിൽ ആരിലയില് കൃഷ്ണൻ തൻ്റെ വിരല് ഇങ്ങനെ ഊറിക്കൊണ്ട് കിടക്കുമെന്നും ഒക്കെ നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ദേവന്മാരുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ പോയി പൂജിക്കുന്ന ആ ദേവന്മാരൊക്കെ ഉണ്ട്. അത് സത്യം തന്നെയാണ്. അവർക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ഏത് ദേവനെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റും. പക്ഷേ ദേവന്മാർക്കും മുകളിലൊന്നുണ്ട്. നിങ്ങൾ ഇന്ന് അമ്പലത്തിൽ കാണുന്ന ദേവന്മാർക്ക് മുകളിലുള്ള ആളാണ് ദൈവം. അപ്പൊ നിങ്ങൾ ദൈവം എന്ന് കരുതുന്നതൊക്കെ ദേവന്മാരാണ്. ആ ദൈവം അനന്തകോടി സൂര്യന്മാരുടെ പ്രകാശമുള്ള ഒരു അസാമാന്യമായ തേജോ പുഞ്ചമാണ്. അതിന് രൂപങ്ങളില്ല. ആ രൂപത്തിലാണ് ലയിച്ചു ചേരേണ്ടത്. അപ്പോൾ അതിനെയാണ് മോക്ഷമെന്ന് വിളിക്കുന്നത്. അതിന് ഒരിക്കലും നിങ്ങൾ അമ്പലത്തിൽ പോയി പൂജിക്കുന്ന ആ ദേവന്മാർക്ക് നിങ്ങൾക്ക് മോക്ഷം തരാൻ സാധിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ തരും. പക്ഷെ പരമമായ മോക്ഷം നിങ്ങൾ തന്നെ നേടിയെടുക്കണം. അതിനു വേണ്ട വഴികൾ കണ്ടെത്താൻ ഈ ദേവന്മാര് നിങ്ങളെ സഹായിക്കും. അതല്ലേ നാരായണീയത്തിലും പറയുന്ന എന്താ? ബ്രഹ്മം ഒരു രൂപം കൊണ്ട് വന്നതാണ് കൃഷ്ണൻ എന്ന് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മം ഒരു രൂപം കൊണ്ട് വന്നതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് രൂപമില്ല. ഇത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ മുസ്ലിങ്ങൾ പറയുന്നത്, നിങ്ങൾ അവിടെ എത്തണം, ഈ രൂപമുള്ള ദൈവത്തിൽ നിന്ന് അവിടെ എത്തണം. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ നിങ്ങളോട് പറഞ്ഞത് അമ്പലത്തിൽ ജനിക്കാം, പക്ഷേ അമ്പലത്തിൽ കിടന്ന് മരിക്കല്ലേ എന്ന് സ്വാമിജി പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അമ്പലത്തിലങ്ങ് മരിക്കുകയാണ്. അവിടെ കിടന്ന് ജനിക്കുന്നതും അമ്പലത്തിൽ, മരിക്കുന്നതും അമ്പലത്തിൽ പാടില്ല. നിങ്ങൾക്ക് ഈ ദേവന്മാരുടെ സഹായത്തോടെ, നിങ്ങൾ ഇന്ന് പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദേവന്മാരുടെ സഹായത്തോടു കൂടി, ആ ദേവന്മാർക്കും ഒരു ദേവനുണ്ട്, ഉജ്ജ്വലമായ ഒരു പ്രകാശപുഞ്ചം, ഏത് രൂപവും പ്രാപിക്കാൻ കഴിയുന്ന പ്രകാശപുഞ്ചം. അതിലേക്കെത്തണം. അതിലേക്കെത്തുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ വ്യക്തമായി ബുദ്ധൻ തൻ്റെ ധർമ്മപദം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ആ ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഈ വീഡിയോ കാണുന്നവർ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണുക. കാരണം അതിൽ പറഞ്ഞ പ്രകാരം ചെയ്താൽ മാത്രമേ മോക്ഷം കിട്ടൂ. ഒരു ദേവനും മോക്ഷത്തിന് വേണ്ടി നിങ്ങൾക്കിപ്പം കുറേ ദൈവഭക്തി, മരിക്കുന്ന സമയത്ത് ആ ദൈവനാമം ഉച്ചരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ ഉടനെ അങ്ങ് മോക്ഷമാക്കി എന്ന് കരുതരുത്. അത് അസാധ്യമാണ്, അത് കള്ളത്തരമാണ്, അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. ഓർക്കുക, നിങ്ങൾക്ക് മോക്ഷത്തിന് സമയമായെങ്കിൽ കൃത്യമായി ആ ധർമ്മപദത്തിലേക്കുള്ള വഴി ഭഗവാൻ തന്നെ കാണിച്ചു തരും. ഇപ്പം എൻ്റെ ധർമ്മപദം ഇവിടെ എത്രയോ മനുഷ്യരുണ്ട്, പക്ഷേ അതിനകത്ത് വളരെ കുറച്ച് പേരാണ് കാണുന്നത്. കാരണം അവർ മാത്രമാണ് മോക്ഷത്തിന് അർഹര്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബുദ്ധൻ പറയും, ദേവന്മാരുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് രൂപമുള്ള ദൈവമില്ല, പക്ഷേ ദൈവീകത ഉണ്ട്. അതുകൊണ്ട് ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ആ പരമമായ മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ധർമ്മപദം കൃത്യമായി കേൾക്കുക, അതിൽ പറയുന്ന കണക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ഒരു ഇച്ചിരി പാടാണ്, പക്ഷെ പതുക്കെ ശരിയാകും. അത് ഒരു ജന്മം തികഞ്ഞില്ലെങ്കിൽ അടുത്ത ജന്മം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയല്ലോ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.